ഓരോരുത്തരെ തരാം. സോണിയ മൽഹാറാണ്. ഞാൻ എന്താണ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ പൊങ്കാലയ്ക്കെന്ന് നിങ്ങൾ വിചാരിക്കും? ഞാനിപ്പോ ഉള്ളത് PSC റാങ്ക് ലിസ്റ്റില് പോലീസ് തസ്തികയിലേക്ക് നിയമനം കാത്തിരിക്കുന്ന സഹോദരങ്ങൾക്കൊപ്പമാണ്. 5 വർഷമായി ഇവര് കാത്തിരിക്കുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട്. പിണറായി സർക്കാർ കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ജോലി ലഭിക്കുക. ഈ നിയമനം ലഭിക്കുന്നത് വരെ സമരം ചെയ്യുക എന്നുള്ളതാണ് ഇവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു പ്രതിഷേധ പൊങ്കാലയല്ല, ഭഗവതിയോടുള്ള നമ്മുടെ ഒരു അപേക്ഷ പൊങ്കാലയാണ്. അതായത് സർക്കാരിന്റെ കണ്ണ് തുറക്കാനും, പിന്നെ പറയും നമുക്ക് സർക്കാരിന് ഖജനാവിൽ കാശില്ലാത്തതുകൊണ്ടാണ് പുതിയ നിയമനങ്ങൾ വരാത്തതെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഖജനാവിൽ കാശുണ്ടാവണേ തമ്പുരാട്ടി എന്നാണ് നമ്മളിപ്പോൾ ആറ്റുകാലമ്മയോട് പ്രാർത്ഥിക്കുന്നത്. എങ്കിലേ നമ്മൾക്ക് നിയമനം കിട്ടുള്ളൂ. പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നതാണ് ഇവർ ചെയ്ത തെറ്റ്. സാധാരണക്കാരായ സഹോദരങ്ങൾ, യുവജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരുകൾ ഇത് കണ്ണു തുറക്കണം. കേരള സർക്കാർ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ട് ഇവർക്ക് നിയമന ഉത്തരവ് ലഭ്യമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 ഘട്ട പരീക്ഷ കഴിഞ്ഞാണ് ഞങ്ങൾ ഈ ഇതിൽ വന്നത്. ആദ്യഘട്ട പരീക്ഷ എഴുതുമ്പോൾ എന്റെ വയസ്സെന്ന് പറഞ്ഞാൽ 24 വയസ്സാണ്. ഇപ്പൊ എനിക്ക് 25 വയസ്സായി. 5 വർഷത്തെ ഗ്യാപ്പിനിടയ്ക്ക്. അപ്പം ഇത്രയും 14 ദിവസമായിട്ട് നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൽ കിടക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ യാതൊരു തരത്തിലുള്ള വഴിയുമില്ല. ഇപ്പൊ ഇന്ന് നമ്മൾ ഒരു പ്രതിഷേധ സൂചകമായും അല്ല പൊങ്കാലയിട്ടത്. ഞങ്ങളുടെ അതായത് സർക്കാരിന്റെ ഖജനാവിൽ പൈസ വരുന്നതിന് വേണ്ടി, അവരുടെ സാമ്പത്തിക ഭദ്രത സെറ്റായി ഞങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് നേർച്ച എന്ന രീതിയിൽ പൊങ്കാല അടിയുന്നത്. 2019 വന്ന നോട്ടിഫിക്കേഷനാണ്. നമ്മൾ ഒരു 2022-23 കൂടിയെങ്കിലും നമ്മൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാമെന്നുള്ള മോഹവുമായിട്ടാണ് നമ്മൾ ഈ 19 ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ 2024 ആയിട്ടും നമ്മുടെ അവസ്ഥ, നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. നമ്മൾ ഈ തെരുവോരങ്ങളിൽ നമ്മൾ സമരം ചെയ്യുന്ന അവസ്ഥയാണ്. 13-14 ദിവസം കൊണ്ട് നമ്മൾ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു യുവജന സംഘടനകളും ഭരണപക്ഷത്തുള്ള ഒരു MLA-മാരും മന്ത്രിമാരും നമ്മളുടെ ഈ ഒരു അവസ്ഥ കാണുന്നില്ല. നമ്മളിനി എങ്ങനെയാണ് പിണറായി വിജയന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മളിവിടെ ശയനപ്രദർശനം നടത്തി നോക്കി, മുട്ടിലഴിഞ്ഞു നോക്കി, തലകുത്തി നിന്ന് നോക്കി. ഇനിയിപ്പോ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിട്ടെങ്കിലും അദ്ദേഹം പ്രസാദിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു വിശ്വാസം അർപ്പിച്ചാണ് നമ്മൾ ഈ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തോളമുള്ളൊരു കാത്തിരിപ്പാണ്. അപ്പൊ ഇനിയും സർക്കാർ കണ്ണു തുറന്നില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ആൾക്കാരും ഓരോരോ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവരാണ്. അവർ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഏകദേശം ഒരു 5 വർഷം ഇപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെയാണ് വീട്ടിൽ പിടിച്ചിരുന്നത്. ഇനിയും മുന്നോട്ട് പോണ കാര്യം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ 2 ഘട്ട പരീക്ഷ എഴുതി ഏകദേശം 5 വർഷത്തോളം നമുക്കിപ്പോൾ നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഇനിയും സർക്കാർ കണ്ണു തുറന്നില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇനി വരുന്ന ചെറുപ്പക്കാരെ ഇനി കാത്തിരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ സർവീസിലേക്ക് എടുക്കണമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് ഈ അവസരത്തിൽ.